ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ക്വാർട്ടർ ഫൈനൽ ഇന്ന് തുടങ്ങുന്നു. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ഫിനാലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ടോപ്പ് സിംഗർ സീസൺ 6ന്റെ ടൈറ്റിൽ വിന്നർ ആരായിരിക്കും എന്നറിയാനായിട്ട് വളരെ ചുരുക്കം എപ്പിസോഡുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും ഒരേപോലെ നമ്മൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ക്വാർട്ടർ ഫൈനലിന്റെ എപ്പിസോഡുകൾ ഇന്ന് ഇവിടെ തുടങ്ങുകയാണ്. പുതിയ റൗണ്ടുകൾ, മനോഹരമായ പാട്ടുകൾ, അതിമനോഹരമായിട്ടുള്ള പാട്ടുകാർ. നമുക്ക് സ്വാഗതം ചെയ്യാം ഏറ്റവും പ്രിയപ്പെട്ട ചങ്സിനെ. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ വെൽക്കം, ആൻഡ് ആര്യ ചേച്ചി വെൽക്കം. നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇപ്പൊ ക്വാർട്ടർ ഫൈനൽ ഇങ്ങനെ തകർത്ത് നടക്കാൻ പോവാണ്. എല്ലാരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ 3 പേരുടെയും എക്സ്പെക്ടേഷൻ എന്താ? Pilots on board and ready to fly. അതെ, അത് കറക്റ്റ്. അപ്പൊ അവസാനത്തെ 16ലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? യെസ്. സോ ദാറ്റ് മീൻസ് ഇത് ക്വാർട്ടർ ഫൈനൽസ് ആണ്. അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഇത് മതി എന്നുള്ള ചിന്ത ഇവിടെ മതിയാക്കണം. കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും ചരിത്രം സൃഷ്ടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ നമ്മളെല്ലാവരും കൂടെ ട്രൈ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെ കംഫർട്ട് സോണിൽ നിന്ന് മാറ്റി അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പാതകളിലൂടെ അവർ പോകുമ്പോഴും അതിൽ പുതിയ കംഫർട്ട് അവർക്ക് കണ്ടെത്താനും ആ കംഫർട്ടിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് മാറ്റി പുതിയ പാത കാണിക്കലും, പുതിയ പാത കംഫർട്ടിൽ നിന്ന് മാറ്റൽ, പിന്നെയും പാത കംഫർട്ടിൽ നിന്ന് മാറ്റൽ, അങ്ങനെ സുഖകരമായ ഒരു നൊമ്പരം പോലെ അവസ്ഥകൾ അവർക്ക് പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഉരുത്തിരിയുന്ന എന്താണെന്ന് വെച്ചാൽ കല ഉരുത്തിരിയും. അപ്പോൾ അവരിൽ നമുക്ക് ഇപ്പൊ കാണാൻ പറ്റും അല്ലെ, ഒരു ഓറ കാണാൻ പറ്റും, മ്യൂസിക്കിന്റെ ഓറ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് ഒരു പുതിയ യാത്ര നമ്മൾ തുടങ്ങുകയാണ്. സോ വെൽക്കം ടു ദ ക്വാർട്ടർ ഫൈനൽസ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ചെയ്തിപ്പോൾ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിട്ടുണ്ട്. 16 പേരുമായിട്ട് ഇനിയുള്ള ഒരു റിഫൈൻഡ് സിംഗേഴ്സിനെയാണ് ഇനി കാണാൻ പോകുന്നത് അല്ലേ? സോ നാച്ചുറലി സ്വാഭാവികമായിട്ടും നമ്മൾ ഏറ്റവും നല്ല പെർഫോമൻസസ് ആയിരിക്കും ഇനി ഇവിടുന്ന്. അതായത് ഒരു റിയൽ ഹാർഡ് കോർ പ്രൊഫഷണൽസിന്റെ സിംഗിങ് ആയിരിക്കും ഇനി നമ്മളും ഓഡിയൻസും കാണാൻ പോകുന്നത്. അതൊരു വലിയ എക്സൈറ്റ്മെന്റ് ആണ്. നമുക്ക് ആസ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സിംഗേഴ്സ്, ഓൾ ദ 3 of us are really excited. യെസ്. ഈ 16 പേരും യുണീക്കാണ്, ഇമ്മെൻസ്ലി ടാലന്റഡ് ആണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓറയുണ്ട്, അവരുടേതായിട്ടുള്ള ബ്യൂട്ടി ഉണ്ട്, അവരുടേതായിട്ടുള്ള സിംഗിങ് എബിലിറ്റീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്, ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, അവരുടേതായിട്ടുള്ള രീതിയിൽ പാട്ടുകൾ പാടുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും 16 പേരും 16 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു സീ എങ്ങനെ ഉണ്ടാവും ഇവരുടെ പെർഫോമൻസ് എന്നുള്ളത്. ഐ എം സൂപ്പർ ഷുവർ ഇറ്റ്സ് ഗോണ ബി ഇൻക്രെഡിബിൾ. കിടുവായിരിക്കും. അപ്പൊ അതിനൊക്കെ പറ്റുന്ന 3 റൗണ്ട്സും ആണ് നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ കിട്ടിയിട്ടുള്ളത്. ഒന്ന് ദേവരാജൻ മാസ്റ്റർ ഹിറ്റ്സ് ഉണ്ട്, മാജിക്കൽ മെലഡീസ് ഉണ്ട്, പിന്നെയുള്ളത് പെർഫോമൻസ് റൗണ്ട് ആണ്. അവർക്ക് അവരുടെ സ്കിൽ ഏറ്റവും നന്നായിട്ട് കാണിക്കാൻ പറ്റുന്ന 3 റൗണ്ട്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി ഒട്ടും വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് നേരെ തുടങ്ങാം അല്ലേ? യെസ്. ആര്യ ചേച്ചി, നമ്മുടെ ക്വാർട്ടർ ഫൈനൽ ലെവലില് മാജിക്കൽ മെലഡിയിൽ പെർഫോം ചെയ്യാനായിട്ട് എത്താൻ പോവാണ് ജഗത് കുട്ടൻ. വിളിച്ചാലോ നമുക്ക്? ലെറ്റ്സ് വെൽക്കം ജഗത് കിഷോർ ഓൺ സ്റ്റേജ്. എങ്ങനെയുണ്ടാ ഇൻട്രോ? അത് ക്വാർട്ടർ ഫൈനലിലേക്ക് വരുന്നവർക്ക് മാത്രമുള്ള സാധനം. അതാരാ ചെയ്തെന്നറിയോ? ജഗത് കിഷോർ ചന്ദ്രശേഖരൻ അങ്ങനെ നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. ഹെഡ്ലൈൻസ് മകളെ, ഇത് കൊള്ളാം കേട്ടോ. ആ പാന്റ് കൊള്ളാം, ജീൻസ് ആണ്. തിളങ്ങുന്നത് ഇത് കിൻഡർമോക്സിന്റെ ഡ്രസ്സാണ്. സൂപ്പർ ഉണ്ട്. ഈ പാന്റ് എവിടെ നോപ്പിച്ച്? കിൻഡർമോക്സ്. അതും കിൻഡർമോക്സ് ആണ്. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ഈ വാച്ച് ഉണ്ണിയെങ്കിൽ കിട്ടുന്നതാണ്. ഇന്ന് ഫുൾ അടിപൊളി. ഇനി ആ ഷൂസും കൂടെ ബാക്കിയുള്ളൂ, അതും കൂടെ പറഞ്ഞു. അത് അച്ഛൻ gift തന്നത്. ജഗു, അപ്പൊ ഈ യാത്രയില് ഏകദേശം 1 വർഷമായില്ലേ? അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പഠിച്ചിട്ടുള്ളത്? പണ്ട് പാടുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പഠിച്ചു. പിന്നെ വേഗം പാട്ട് പഠിക്കാൻ വേണ്ടി പഠിച്ചു. പഠിക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇതിപ്പം ഒരു ദിവസത്തിനുള്ളിൽ 2 പാട്ടിന്റെ വരി അങ്ങനെയെല്ലാം പഠിക്കാൻ പറ്റുന്നു. അതൊക്കെ വലിയ കാര്യല്ലേ? പിന്നെ റിതമിക് ആയിട്ട് പാടാൻ പഠിച്ചു. അങ്ങനെ കുറെ. അപ്പൊ ഇന്ന് ഏത് പാട്ട്? ഇന്ന് മണിക്കുട്ടിക്കുറുമ്പുള്ള ഒരു അമ്മിണി പോവാൻ. എനിക്ക് മനസ്സിലായി, ഇതിലൊരു കണക്ഷൻ ഉണ്ട്. ഒരു വൈഫൈ കണക്ഷൻ ഇവിടെ അടിക്കുന്നുണ്ടേ. ആ വൈഫൈ കണക്ഷൻ നേരെ പോകുന്നത്
ദ്യുതി എന്ന് പറയുന്ന നമ്മുടെ അമ്മുക്കുട്ടിയുടെ അടുത്തല്ലേ എന്നൊരു സംശയമുണ്ട്. സംശയം ആണോ? വേണ്ട, ആണ്. ആണല്ലേ? അപ്പൊ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ആ MJ അങ്കിള് എന്നെ സജസ്റ്റ് ചെയ്ത പാട്ടാണിത്. ആ അതാണ് കുഞ്ഞിന് വേണ്ടി പാടാനായിട്ട്. ആ. ഇഷ്ടമാണോ അമ്മുക്കുട്ടി? ഇഷ്ടം. ആണോ? ഇഷ്ട മറ്റേ ചിരി ഭയങ്കര വൈറലായി പോയി കേട്ടോ. അതൊന്നുകൂടെ ചിരിക്കാമോ പ്ലീസ്? കുടുകുടുന്ന് വരുന്നു. സവാഷ് സവാഷ്. കുറച്ചും കൂടെ സ്പീഡ് ഉണ്ടാവലുണ്ട് അതിന്. ആണോ? ആ കുറച്ചുകൂടി സ്പീഡ് കൂട്ടിയേ. സവാഷ്, സവാഷ്. ബാറ്ററി ഇടുന്നുണ്ടോടാ ഇതിന്? അറിയില്ല. ജഗുവിന്റെ പൊന്നനീതിയാണ് അല്ലെ? അതെ. ഇവിടെ പൊന്നനീതിയുടെ ഏട്ടനുമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഐസിങ് ഓൺ ദ കേക്ക് എന്ന് പറയുന്നത്. ഇതുപോലുള്ള സ്നേഹങ്ങളും സൗഹൃദങ്ങളും ഒക്കെയാണ്, അത് കൂട്ടായ്മയൊക്കെയാണ്. അത് സംഗീതത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ഒന്നാക്കുന്നു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ. അത് ഞാൻ ഏറെ അഭിമാനത്തോടുകൂടെ കാണുന്ന കാര്യമാണ്. ശരിക്കും ജഗത് കിഷോറിന്റെ മെമ്മറബിൾ ഷോ ആയിരുന്നു അല്ലേ, മറ്റേ കച്ചേരി ആ, അമ്പലമില്ലാതെ. ദാറ്റ് വാസ് റിയലി മെമ്മറബിൾ. താങ്ക് യു. അത് എപ്പോഴും ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. ജഗ്ഗുവിനൊരു തന്നെ കളി. അപ്പൊ ഇന്ന് കലക്കണം കേട്ടോ. അനിതി കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടല്ലേ? സൂപ്പർ ആകട്ടെ. ഓക്കെ. അപ്പൊ ജഗത്കുട്ട പാട്ട് പാടാൻ പോവാണ്. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും QR കോഡ് സ്കാൻ ചെയ്ത് നമ്മുടെ ജഗ്ഗുവിന് വോട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മണിക്കുട്ടിക്കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി തന്തന തന്തനന 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 തന്തന തന്തനന 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 മണിക്കുട്ടിക്കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി ഇത്തിരി പൂവോ പൊന്മുളം കാടോ ഏട്ടന്റെ നെഞ്ചിലെ താരാട്ടോ തൊട്ടു തലോടുന്ന പൂങ്കാറ്റോ ആലിപ്പഴം വീഴുമാവണി മേട്ടിലെ ഓമനയമ്പിളിയോ മണിക്കുട്ടിക്കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി നിന്റെ ഇളനീർമൊഴിയിൽ കുളിരണിയും പുലരി കവിളിൽ തെളിയും വാർമഴവില്ല് നിന്റെ ഇളനീർമൊഴിയിൽ കുളിരണിയും പുലരി കവിളിൽ തെളിയും വാർമഴവില്ല് മഴമേഘമുണരും ആർക്കൂന്തലിൽ കൈക്കൊമ്പിൽ നിറയുന്നു കനകാംബരം നീ എൻ്റെ ആത്മാവിലാനന്ദ മധുരം കന്നിപ്പനങ്കിൽ താമരപ്പൂങ്കുരുവി മണിക്കുട്ടിക്കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി ഏട്ടന്റെ നെഞ്ചിലെ താരാട്ടോ തൊട്ടു തലോടുന്ന പൂങ്കാറ്റോ ആലിപ്പഴം വീഴുമാവണി മേട്ടിലെ ഓമനയമ്പിളിയോ
നീ എൻ കനവിൽ മായാജാലം നിൻവാക്കിലൊഴുകുന്ന പുല്ലാങ്കുഴൽ നിന്നോക്കിലുയരുന്ന ചന്ദ്രോദയം നിന്നിൽ തുടങ്ങുന്ന സൂര്യോദയങ്ങൾ നീ എൻ്റെ ഉള്ളിൽ ചിത്തിരിക്കും കനവ് മണിക്കുട്ടിക്കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി ഇത്തിരി പൂവോ പൊന്മുളം കാടോ ഏട്ടന്റെ നെഞ്ചിലെ താരാട്ടോ തൊട്ടു തലോടുന്ന പൂങ്കാറ്റോ ആലിപ്പഴം വീഴും ആവണി മേട്ടിലെ ഓമനയമ്പിളിയോ മണിക്കുട്ടിക്കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി. താങ്ക് യു. ജഗത് കുട്ട, എന്തോ ക്വാർട്ടർ ഫൈനലിൽ ആദ്യത്തെ പാട്ട് പാടി അനിയത്തെ കുട്ടിക്ക് ഇഷ്ടമായിട്ടുണ്ടാവോ? അറിയില്ല, ചോദിക്കാം. നിനക്കെന്ത് തോന്നുന്നു? ഞാൻ ആ. എനിക്ക് തോന്നുന്നു ഇഷ്ടായിട്ടുണ്ടാവും. ഇഷ്ടമായിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, ഇഷ്ടമായോ ചേട്ടന്റെ പാട്ട്? ആ, നല്ല ഇഷ്ടപ്പെട്ടോ അതോ കുറച്ച് ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടം. മണിക്കുട്ടിക്കുറുമ്പുള്ളൊരമ്മിണി പൂവാലി നിന്നെ പാട്ടു പഠിപ്പിച്ചതാരടി വായാടി. എനിക്ക് തോന്നുന്നിപ്പോൾ ഈ മെമ്മറി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും അല്ലേ ആ, ഈ ഒരു ഒറ്റ കൊല്ലം കൊണ്ട്. നല്ലോണം കൂടി. അതായത് പാട്ടുകൾ ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുന്നതും ദാറ്റ് മേക്സ് യുവർ ബ്രെയിൻ വെരി ഷാർപ്പ്. അവനിപ്പോ ഒരു 3 TB ഹാർഡ് ഡിസ്ക് ആണ്. ഉണ്ണിച്ചേട്ടന്റെ വലിയൊരു പ്രത്യേകത അറിയാമോ? എല്ലാ പാട്ടുകളും ഉണ്ണിച്ചേട്ടൻ കാണാതാണ് സ്റ്റേജിൽ നോക്കി വായിക്കില്ല അല്ലേ? സ്റ്റേജിൽ അതെ ഒരുവിധം 10,000-4,000 പാട്ടുകൾ ബൈ ഹാർട്ടാണ്. ഓ, എന്റെ എനിക്ക് 41 പാട്ട്, പാട്ടോ? ഡിഫറെന്റ് 41 ലാംഗ്വേജസ്. ഒരു 50 പാട്ട് ബൈ ഹാർട്ട് ആയിട്ടുണ്ട് എനിക്ക്. ഇത് നല്ല ശീലമാണ് കേട്ടോ. വളരെ നല്ല ശീലാണ്. ചിലവർ ഇവിടുന്ന് ടോപ്പ് സിംഗർ കഴിഞ്ഞ് പുറത്തു പോയാൽ ആ ശീലം നിർത്തും. അത് നിർത്തരുത്. ആ. കാരണം അത് ദാറ്റ് കീപ്സ് യുവർ ബ്രെയിൻ വെരി ഷാർപ്പ്. എനിക്ക് ആ ശീലം നിർത്തേണ്ടി വന്നിട്ടില്ല, കാരണം ആ ശീലം ഇല്ലാത്തതുകൊണ്ട്. തുടങ്ങാത്തത് കൊണ്ട്. എം ജങ്ങൾ എന്നാൽ ഏകദേശം എത്ര പാട്ട് ബൈ ഹാർട്ട് അറിയായിരിക്കും? 0. ഒരു പാട്ടും ഫുൾ പഠിച്ചിട്ട് കാണാതെ അറിയത്തില്ല. ഒരു പാട്ട് കമ്പോസ് ചെയ്ത പാട്ടുകൾ ഒരു പിടിയില്ല. ആണോ? ഒരു പിടിയില്ല. അയ്യോ, എനിക്ക് പേപ്പറിലേക്ക് അപ്പം മറന്നു പോകും. ആണോ? ആ അത് ശീലമാക്കിയാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് മിടുക്കനായിട്ട് ചെയ്യാറുണ്ട് മോൻ. നന്നായി പാടി മോനെ. ഈ Thank you. പാട്ട് കുറെ ചെറിയ സംഗതികളും ഒക്കെ ഉള്ള അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. പക്ഷെ നല്ല കോൺഫിഡൻ്റ് ആയി പാടി മോൻ. താങ്ക് യു അത് സാർ. പറയാതിരിക്കാൻ വയ്യ. പക്ഷെ പല സ്ഥലത്തും സ്ലൈറ്റ് പിച്ചിങ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു മോനെ. ആ ഒരു കോൺഫിഡൻസ് ഹാസ് ടു ബി അപ്രീഷിയേറ്റഡ്. പിന്നെ ഇവൻ്റെ സ്റ്റൈൽ ഓഫ് സിംഗിങ് എനിക്ക് കുറേയൊക്കെ മധുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അല്ലേ കുട്ടൻ? ആ ഫിനിഷിങ്ങില് കൈ ഇങ്ങനെ എത്രയോ കരിമിഴികൾ വിടർന്നാൽ തിരയിളകും അഴക് നീ എൻ കനവിൽ മായാജാലം നിൻവാക്കിലൊഴുകുന്ന പുല്ലാങ്കുഴൽ നിന്നോക്കിലുയരുന്ന ചന്ദ്രോദയം. ലാസ്റ്റ് പല്ലവിയൊക്കെ നിർത്തിയില്ലേ മോൻ? അപ്പോഴൊക്കെ കുറച്ചൊന്ന് പതറിപ്പോയി വോയിസ്, ട്യൂണിങ്ങിൽ കറക്റ്റ് നിൽക്കാതെ. ആ. അതേമാതിരി തന്നെ അനുപല്ലവി ചരണത്തിലൊക്കെ ചെറിയ ഇഷ്യൂസ് ആണ്. പക്ഷേ ദാറ്റ് കൗണ്ട്സ് എ ലോട്ട് ഇനിയുള്ള റൗണ്ട്സിൽ. സോ യു ഹാവ് ടു ബി മോർ കെയർഫുൾ, കോഷ്യസ്. ഓക്കെ, വളരെ ഷാർപ്പായിരിക്കണം മോനെ. ഇനി ഒരു ചെറിയ ഫ്ലോസ് എല്ലാം നമ്മൾ വിൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ. ഇത്രയും റൗണ്ട്സ് വന്നാലും മോൻ അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇനി വി ആർ ഗോയിങ് ടു ബി വെരി വെരി ഷാർപ്പ് ഓൺ ദാറ്റ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം മോനെ. കുറച്ചുകൂടി നല്ല കോഷ്യസ് ആയിട്ട് ഫോക്കസ് ആയിട്ട് പാടണം. നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്യുമ്പോഴേ മോനെ, നമുക്ക് ആ പാട്ടിൽ നമ്മൾ ആദ്യം ഒന്ന് പാടി നോക്കൂലോ. ജഗ്ഗുവിന് തന്നെ സ്വയം ബോധ്യമാവാൻ പറയാ, വേറെ ആരെയും ബോധ്യപ്പെടുത്താനല്ല. ജഗ്ഗു ആ പാട്ട് വെറുതെ ഒന്ന് പാടി നോക്കുക. അപ്പോൾ അതിനകത്ത് 3 കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് പോസിറ്റീവ്സ് എപ്പോഴും നമ്മുടെ കൂടെ പോസിറ്റീവ്സ് ആയിട്ട് തന്നെ ഇരിക്കും അല്ലേ. പിന്നെ ന്യൂട്രൽസ് വരും, ന്യൂട്രൽ പോയിന്റ്. ഇതൊക്കെ നമുക്ക് പോസിറ്റീവ് ആക്കണം, ന്യൂട്രൽ പോസിറ്റീവ് ആക്കണം. പിന്നെ ചിലത് നെഗറ്റീവ് സൈഡ്, ചില സ്ഥലങ്ങൾ നമുക്ക് കിട്ടൂല അല്ലേ. അപ്പൊ നോക്കണം, നമ്മൾ വേയണം, ഈ പാട്ട് നമ്മൾ എടുക്കണോ എന്ന് വേയണം. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് അതും പോസിറ്റീവ്. അപ്പൊ ന്യൂട്രൽസും പോസിറ്റീവ് ആക്കണം, നെഗറ്റീവ്സും പോസിറ്റീവ് ആക്കണം.
അപ്പൊ മൊത്തം പോസിറ്റീവ്സുമായിട്ടാണ് നമ്മുടെ ഈ വേദിയിൽ വരേണ്ടത്. ആ. കേട്ടോ? അങ്ങനെയാണെങ്കിലാണ് ജഗ്ഗുവിന് ഒരു സിഗ്നേച്ചർ ഇടാൻ പറ്റുന്നത്. ഓക്കെ. കേട്ടോ? ഇനി പരീക്ഷിക്കലല്ല, കണ്ടെത്തലുകളാണ് വേണ്ടത്. ഈ ക്വാർട്ടർ ഫൈനൽ തൊട്ട് നീ നിന്നെ കണ്ടെത്തണം. അതാണ് നമ്മുടെ ആവശ്യം. നീ എന്നെ കണ്ടെത്തിയിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ പാട്ടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇനി പഠിപ്പിക്കലില്ല കേട്ടോ. ഓക്കെ. ഇത്രയും നാള് കുറെ പഠിപ്പിക്കലുണ്ടായിരുന്നു, ഇനി പഠിപ്പിക്കലില്ല. ചില കാര്യങ്ങൾ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യും. ഈ പാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അനിത്തി കുട്ടിയെടുത്തുള്ള സ്നേഹം ഉണ്ടായിരുന്നു. താങ്ക് യു സാർ. ആ, അതിന്റെ ഒരു കുറുമ്പുണ്ടായിരുന്നു, താങ്ക് യു. അതിന്റെ ഒരു വൈബ് ഉണ്ടായിരുന്നു. അത് Thank you. ഏട്ടനും അനിയത്തിയും കൂടെയുള്ള ഒരു സ്നേഹത്തിന്റെ പാട്ടിന്റെ വൈബ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം. നിന്റെ ഇളനീർമൊഴിയിൽ കുളിരണിയും പുലരി കവിളിൽ തെളിയും വാർമഴവില്ല് മഴമേഘമുണരുന്നു ആർക്കൂന്തലിൽ കൈക്കൊമ്പിൽ നിറയുന്നു കനകാംബരം. പിന്നെ അമ്പിളിയോ എന്ന് ചോദിച്ചിട്ട് ആ സംഗതി എല്ലാവരുടെയും നന്നായിട്ട് പാടിയിട്ടുണ്ടേ. താങ്ക് യു സാർ. അത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആ സംഗതി കുറച്ചും കൂടെ സോഫ്റ്ററായിട്ട് പാടിയതല്ലേ ആ കുറുമ്പിലും ഒരു സ്നേഹം ഉണ്ടാവുക. ഓമനയം വിളിയോ. ആ, ഇപ്പോ താഴോട്ട് പോയി, മേലോട്ടും പോകാൻ പാടില്ല, താഴോട്ടും പോകാൻ പാടില്ല, മിഡിൽ ലൈൻ വേണം അവിടെ. ആ. അപ്പോഴാണ് അത് സൂപ്പർ ആവുക. ഓക്കെ. പിന്നെ മഴമേഘമുണരുന്നു മേലെ ആ. ശ്രുതി ചേർന്നിട്ടാ. മഴമേഘമുണരുന്നു കാർക്കൂന്തലിൽ. ബെറ്റർ ആണ് ഇപ്പം. നേരത്തെ പാടിയപ്പോഴത്തേക്ക് ശ്രുതി ചേർന്നിട്ടുണ്ടായിരുന്നില്ല. ആ. കേട്ടോ? അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ രണ്ട് ചരണങ്ങളുടെയും അവസാനത്തെ ലൈൻ രണ്ട് ഇടങ്ങളിലും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. യെസ്. അതൊന്ന് പാടാമോ? നീ എന്റെ ഉള്ളിലെ ചിത്തിരപ്പൂങ്കനവ്. നീ എന്റെ ഉള്ളിലെ ചിത്തിരപ്പൂങ്കനവ്. അടുത്തത് കന്നിപ്പനങ്കിളി താമരപ്പൂങ്കുരുവി. ആ വി സംഗതി ഓക്കെ, ശ്രുതിയാണ്. പൂങ്കുരുവി. ആ, അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. എങ്ങനെ എവിടെ നമ്മൾ സ്ട്രെസ് ചെയ്യണം, എവിടെ നമ്മൾ ഒന്ന് അബ്സ്റ്റെയിൻ ചെയ്യണം, ഇതൊക്കെ നമുക്കൊന്ന് കുറച്ചും കൂടെ ശ്രദ്ധിക്കാവുന്നതാണ് കേട്ടോ. ബട്ട് ദിസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് സോങ്, എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുകുട്ടിക്ക് വേണ്ടിയിട്ടായതുകൊണ്ട്, ഏട്ടന്റെ നമ്മുടെ ഓമനയായ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടായതുകൊണ്ട് അതിവിടെ കൊള്ളുന്നുണ്ട്. പക്ഷെ റെൻഡീഷൻ കുറേയും കൂടെ നന്നാവണം. ഓക്കെ. ജഗുന് സാധിക്കും. ഓക്കെ, അത് ഓക്കെ. സാധിക്കട്ടെ, ഓക്കെ. സാധിക്കുമാറാകട്ടെ. ഓക്കെ സാർ. രഘു എന്തോ മിടുക്കനായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ഒരുപാട് നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തായാലും പല്ലവിയാണ്. ഓക്കെ. ആ പല്ലവിയില് നല്ല ശ്രദ്ധയോടെ കുറെ ഭാഗങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അത് തുണ്ട് പല്ലവി പാടിയപ്പോഴും ലാസ്റ്റ് ചരണം കഴിഞ്ഞിട്ട് ആ പല്ലവി പാടിയപ്പോഴും അതിന്റെ ഒരു സ്നേഹം, അതിന്റെ ഒരു ക്യൂട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. മിടുക്കനായിട്ട് പാടി. താങ്ക് യു. പിന്നെ അതുപോലെ കുറെ ടെക്നിക്സ് പഠിച്ചത് ഇങ്ങനെ കേൾക്കാനുണ്ട്. പുതിയ പുതിയ ടെക്നിക്സ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, അതിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്താ പറയാ, നമ്മളിങ്ങനെ അപ്ലിക്കേഷൻ ചെയ്യില്ലേ ഓരോ പാട്ടിലും. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു, ആ. കുറച്ചും കൂടി ബ്രെത്ത് സപ്പോർട്ട് കിട്ടല ഇപ്പൊ. അങ്ങനെ വരട്ടെ, മിടുക്കൻ കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ലൈൻസിലും എൻഡിലോട്ടേക്ക് ആകുമ്പോഴത്തേക്ക് ബ്രെത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഫിനിഷിങ് ഉണ്ടായെന്നേ തോന്നി. ആ വരികൾക്കൊക്കെ ഇപ്പോ അത് ഫുള്ളായിട്ട് പോകുന്നില്ലായിരുന്നു. അവിടെ എത്തുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്ക് അടുത്ത വരിയിലേക്ക് പോവാ. അപ്പൊ കുറച്ചും കൂടെ അവിടെ ബ്രെത്ത് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷൗട്ട് ചെയ്യാതെ എന്താണോ നമ്മുടെ വോക്കൽസിന്റെ കപ്പാസിറ്റി അത് മനസ്സിലാക്കി കുറച്ചും കൂടെ അറിഞ്ഞു പാടിക്കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും തോന്നി കേട്ടോ. അതുപോലെ നീ എന്റെ ഉള്ളിലെ ചിത്തിര പൂങ്കനവ്, അവിടെയും ബ്രെത്ത് കിട്ടിയില്ല. ചിത്തിര പൂങ്കനവ് എന്നാണ് പാടിയിരുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് മൊത്തത്തിൽ ബ്രെത്ത് പ്രശ്നമാണ്. എനിക്ക് മെയിനായിട്ട് ചരണത്തിലാണ് ബ്രെത്ത് കുറെ ഇഷ്യൂ ഉള്ള പോലെ തോന്നിയത്. പിന്നെ നമ്മളപ്പോ ഇനി മുന്നോട്ടേക്ക് പോവാനുള്ളതാണ്. അപ്പോ നല്ല ബ്രെത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ്, നമ്മുടെ ടോൺ ബ്യൂട്ടിഫുൾ ആവാനുള്ള എക്സസൈസ്, നല്ല വാം അപ്പ് ഒക്കെ ചെയ്തിട്ട് വേണം ഇനി വരാൻ വേണ്ടിട്ട്. ഓക്കെ, ക്വാർട്ടർ ഫൈനൽ എത്തി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജഗത് കിഷോർ എന്തോ മോന്റെ ഇന്നത്തെ റെൻഡിഷന് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി 96.5. ജഗത്കുട്ട, എന്താ? ഇനി നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ ബാക്കി എത്ര റൗണ്ട് ഉണ്ട്? 2. ഇനി 2 റൗണ്ടാ ഉള്ളത്. ആ 2 റൗണ്ടില് തകർത്തിരിക്കണം.
കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. ബൈ. ബൈ. ഞങ്ങൾ തകർക്കും. അതെ. ഓക്കെ ബൈ. ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത്തിരി പൂവോ ആര്യ ചേച്ചി, ആ ഇളക്കം കണ്ടാൽ തന്നെ നമുക്കറിയാം. എംജയങ്ങൾ, ഇന്ന് ആര്യ ചേച്ചി ഒരു മുണ്ടിന്റെ പാവാട വെട്ടി തയ്ച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിന് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട്. എന്ന് വെച്ചാ ഈ പാട്ടിന് പെർഫെക്റ്റ് അത്. ആര്യ ചേച്ചിക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ആ പാവാട ഇട്ട് നമുക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന അതിനൊരു അവസരമാണ് നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6 ഈ ക്വാർട്ടർ ഫൈനൽ വേദിയിൽ നമുക്ക് ഒരുക്കി വേണമെങ്കിൽ കുട്ടനും ജോയിൻ ചെയ്യും. വേണോ? ആ എംജയങ്ങളും ഉണ്ടാ. എംജയങ്ങൾ ആര്യ ചേച്ചി ഇന്ന് നല്ല മാച്ച് ഉണ്ട്. അത് പ്രേക്ഷകർക്ക് അവിടുന്ന് വേഗം മനസ്സിലായില്ല. ഞാൻ ഇവരെ രാവിലെ കണ്ടതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ പാട്ടിൽ നമ്മൾ കാണാൻ പോവാണ്, ഒരു ഡിവറ്റ് പെർഫോമൻസ് ആണ് അവരുടെ നമ്മൾ കാണാൻ പോകുന്നത്. ക്വാർട്ടർ ഫൈനൽ വേദിയിൽ പെർഫോമൻസ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ നമ്മുടെ സാരംഗോട്ടൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം സാരംഗ് ഓൺ സ്റ്റേജ്. ഓ, ബാഹുബലിയിലൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ കേട്ടോ. സാരംഗോട്ട, നിനക്ക് ഇഷ്ടപ്പെട്ടാടാ? ഓ, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. വേറെ ഒരു സ്വാഗ് പാട്ട് സാരംഗോട്ട. അതെ അതെ അതെ, അല്ലേ? ഒരു പ്രൗഢി. പകച്ചുപോയി. കിടില കോസ്റ്റ്യൂം ആണല്ലോ. താങ്ക് യു. അടിപൊളി, നല്ല രസമുണ്ട് ആ പച്ച ജാക്കറ്റ്. എംജയങ്ങളുടെ ആണോ? അല്ലല്ല. അല്ല, എന്തെങ്കിലും പറയാനില്ലേ? യോയോ പാട്ടാണല്ലോ അല്ലേ? അതെ. യെസ്. യെസ്. എന്തെങ്കിലും പറയടാ. ക്വാർട്ടർ ഫൈനലിൽ വന്നിട്ട് ഹാപ്പി ആണോ? ഓ അതെ, ഹാപ്പിയാണ്. ആ. ഇതുവരെ എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. Yes. പിന്നെന്താ, പാട്ടൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പോ 2-3 ദിവസത്തിനുള്ളിലൊക്കെ പാട്ട് പഠിക്കാൻ കുറച്ച് പറ്റുന്നുണ്ട്. പറ്റുന്നുണ്ട്. ആ. പിന്നെന്താ, ലിറിക്സ് വേഗം പഠിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതൊക്കെയാണ് Fans ഉണ്ടോ? വ്യത്യാസങ്ങൾ. ഉണ്ട്. ഗേൾ ഫാൻസ് ഉണ്ട്. അതറിയത്തില്ല, അത് ഞാൻ നോക്കാറില്ല. ഞാൻ കണ്ടല്ലോ നേരത്തെ പുറത്തുനിന്ന് ഒരാളോട് Sorry, ഞാൻ സംസാരിക്കുന്നത്. നോക്കാറില്ല. അതാരാ? ഞാൻ കണ്ടു. അയ്യോ, എന്താ നീ ബോയ്സ് ഫാൻസിനെ മാത്രം നോക്കുന്നത്? ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ആ, ഇങ്ങനെ എന്നാ ഇങ്ങനെയാ നിൽക്കും. അത് ഞാൻ പിച്ച് നോക്കിയതായി. പിച്ച് നോക്കിയതാണോ? ഓ, ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതാ അത് ഇങ്ങനെയായിരിക്കും. ഞാൻ പിച്ച് നോക്കിയത്. അതെന്താ നീ ബോയ്സ് ഫാൻസിനെ മാത്രമേ ഇഷ്ടമുള്ളോ? അല്ലല്ല, ഗേൾസിനെ ഗേൾസിന് ഇഷ്ടമല്ലേ? ഇഷ്ടാണ്, പക്ഷെ ഞാൻ അധികം അങ്ങനെ മൈൻഡ് ചെയ്യാറ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്താടാ? ഒന്നുമില്ല. അങ്ങനെയുള്ള ഫ്രണ്ട്സിൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? എങ്ങനെ? ഗേൾസില്? ഇവിടെയോ? അല്ല, സ്കൂളില്. എന്റെ ഒരു ഫ്രണ്ടാണ്, വൈഗ എന്ന് പറയും. വൈഗ. വൈക. അവള് എന്റെ പാട്ടൊക്കെ കേൾക്കാറുണ്ട്. എന്റെ സ്കൂളിലാണ്, എന്റെ മ്യൂസിക് ബാൻഡിലാണ്. പിന്നെ എന്റെ ഒരു ചേച്ചിയും കൂടിയാണ്, ഫ്രണ്ടും കൂടിയാണ്. സാൽവിയ സാജ് എന്നും പറയും. സാൽവിയ. ആ, യെസ്. അപ്പൊ നമ്മള് സാരംകൂട്ടൻ സെമി ഫൈനലിൽ വരികയാണെങ്കിൽ അവരെ നമുക്ക് ഉറപ്പായിട്ടും കൊണ്ടുവരണം. നമുക്ക് കൊണ്ടുവരാം അവരെ. Yes, ഓക്കെ. അതെ. സാൽവിയയും വൈഗ ആൻഡ് സാൽവിയ. വൈകയും. Yes, അതെ. ഹായ് വൈഗ. ഹായ് സൽവിയ. യെസ്. സമാധാനം ഇല്ലേ? വിഷമായി പോയെന്നെ. സാരംകൂട്ട പെട്ടെന്ന് പറഞ്ഞു കൊടുക്ക ഏത് പാട്ടാ പാടാൻ പോകുന്നതെന്ന്. അന്നക്കിളി നീ എന്നിലെ പറഞ്ഞു. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു. ഇതിൽ കുറെ റാപ്പ് പോലെയല്ലേ? യെസ് സർ. അത് എങ്ങനെയായിരുന്നു? അത് കേക്കട്ടെ. അത് ഞാൻ പാടുന്നില്ല, അത് ഞാൻ കോറസാണ്. അത് ഞാൻ പാടുന്നില്ല. നീ രക്ഷപ്പെട്ടല്ലേ? ആര്യ പാടും. ഞാനത് പ്രതീക്ഷിച്ചേട്ടാ. അപ്പൊ കൂടെ പാട്. അതില് ജാസി കൂടെ പാടിയിട്ടില്ലേ? പക്ഷെ അത് കോറസാന്ന് പറഞ്ഞു. പറഞ്ഞോ? ഞാൻ കോറസാക്കി. എന്നാല് കൂടെ പാടണം. ഞാൻ അന്നക്കിളി തൊട്ടിട്ടേ പാടുന്നു. ഈ പാട്ട് കംപ്ലീറ്റ് പാടിയതിനു ശേഷം എനിക്ക് ഇത് പാടി കേൾപ്പിച്ചാൽ മതി. ആ, ഓക്കെ സർ. അത് മതി. ഓക്കെ, പ്രോമിസ് ആണോ? പ്രോമിസ്. അത് മതി. ഓക്കെ, ശരി. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും സാരംകൂട്ടം പാടുമ്പോ സ്ക്രീനിന് താഴെയുള്ള QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ സാരംകൂട്ടന് വോട്ട് ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. Thank you. ഓക്കെ. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു. കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു. അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കൊ
സരി സരി ഗ സരി ഗരി സരി സരി ഗ സരി സരി ഗ മോ സരി ഗരി സരി സരി ഗ സരി ഗരി സരി സരി ഗ സരി സരി ഗ മോ അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു സൂപ്പർ. താങ്ക് യു. സാരംകുട്ടൻ, എന്തോ വൈ സോ സീരിയസ്? ഒന്നുമില്ല. എന്തോ ഒരു, അതായത് ആദ്യം തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു സീരിയസ്നെസ്. ആ ഒരു പാട്ടിന്റെ ആ ഒരു കൂൾ സ്വാഗ് ഉണ്ടല്ലോ, ആ പാട്ടിന്റെ ആ ഒരു സാധനം ആദ്യം തൊട്ടേ ഇല്ല. കുറച്ച് സീരിയസ് ആയി നിന്നിട്ടാണ് പാടുന്നത്. ആരെയും നോക്കുന്നില്ല. സാധാരണ സാരംകുട്ടൻ ക്യാമറ നോക്കി, ഞങ്ങളെയൊക്കെ നോക്കി, ടോപ്പ് ബാൻഡിനെ നോക്കി, ഡാൻസ് ഒക്കെ കളിച്ച് പാടുന്ന സാരംകുട്ടൻ താഴോട്ട് നോക്കിയിട്ടാണ് ഫുൾ പാട്ട് പാടുന്നത്. അതെന്ത് പറ്റി? പല്ലവി തുടങ്ങിയപ്പോ ഉണ്ടായിരുന്നു കേട്ടോ, ആ സ്വാഗ് ഉണ്ടായിരുന്നു. വെരി ഫസ്റ്റ് 2 ലൈൻസ്. യെസ്, അതും ഓൺ പോയിന്റിലാണ്. ആ ശ്രുതി കറക്റ്റ് ആയിട്ടാ നിർത്തി. വർണ്ണക്കന വേറി വന്നു, ക്ലീൻ ആയിരുന്നു അത്. അതാ അടുത്ത വരിയും പൊൻതൂവൽ വീശി നിന്നു, കറക്റ്റ് ആയിരുന്നു. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ സരിഗരി സനി സരിഗ സരിഗരി സനി സരിഗ സരി സരിഗമ പാടില്ലല്ലോ. അതൊക്കെ പാടായിരുന്നു. അതൊക്കെ പാടായിരുന്നു തോന്നി. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെ മിസ് ഔട്ട് ആയപ്പോഴത്തേക്കും ആക്ച്വലി ആ മെലഡിയും ആ വരികളുള്ള ഭാഗം മാത്രം പാടിയിട്ട് പിന്നെ സ്വരമൊക്കെ മിസ് ഔട്ട് ആയപ്പോ സംതിങ് ഇസ് മിസ്സിങ്, അങ്ങനെയാ ഫീൽ ചെയ്തേ. അത് കോറസ് മാത്രം വരുമ്പോഴത്തേക്കും ഒരു വോയിഡ് പഞ്ച് കിട്ടുന്നില്ല. അതിന്റെ ആ ഒരു ലീഡ് വോക്കൽ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം തോന്നുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഓക്കെ സാർ. അത് അറ്റ്ലീസ്റ്റ് ബേസിലെങ്കിലും പാടായിരുന്നു. മേളെ പാടാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണല്ലേ? താഴെ കിട്ടില്ലേ പാടാൻ വേണ്ടി? ജില്ലേലെ ജില്ലേലെ തതക്കിട ജില്ലേലെ ലേലെ ജില്ലേലെ തതക്കിട ജില്ലേലെ സരിഗരി സനി സരിഗ സരിഗരി സനി സരിഗ സരി സരിഗമ. അങ്ങനെങ്കിലും അവിടെ അതെങ്കിലും ഒരു അറ്റംപ്റ്റ് എങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി കേട്ടോ. ഓക്കെ. ഇത് കോറസിന്റെ കൂടെ സാരംകൂട്ടനും കൂടെ ജോയിൻ ചെയ്ത ഒരു പെർഫോമൻസ് മനസ്സിലായോ? ഓക്കെ സാർ. യെസ്, അത് കഴിഞ്ഞു തന്നെ വരി മറന്നപ്പോഴത്തേക്ക് ആകെ ഡള്ളായി സാരംകൂട്ടൻ. പെട്ടെന്ന് തിരിച്ചു പിടിച്ചു. ഒരു 2 വരി കഴിഞ്ഞപ്പം മുന്നാഴി മുട്ടിയിൽ തൊട്ടിട്ട് ബാക്കി പിന്നെ പാടിപ്പോയി. പക്ഷെ സാരംകൂട്ടന്റെ മുഖമൊക്കെ മാറി, പിന്നെ ആരെയും നോക്കുന്നില്ല. ഇന്ന് ആകെപ്പാടെ ആ ഒരു സാരംകൂട്ടന്റെ ഒരു എനർജി അങ്ങ് ഫീൽ ചെയ്തില്ല. എനർജി ഡ്രിങ്ക് എന്തെങ്കിലും വേണോ? വേണ്ട. കുറച്ച് ബൂസ്റ്റ്, കുറച്ച് ഹോർലിക്സ് എന്തെങ്കിലും വേണോ? പല്ലവി എന്തായാലും നല്ല സൂപ്പർ ആയിട്ട് പാടി, നല്ല അടിപൊളിയായിട്ട് പല്ലവി പ്രസന്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സാരംകുട്ടാ, എന്തോ സാർ? ആക്ച്വലി ഞാൻ സാരംകുട്ടൻ ആ എൻട്രി ഇല്ലേ മീനുട്ടി, ആ എൻട്രി അടിപൊളിയായിട്ട് ചെയ്തു. ഞാൻ വിചാരിച്ചത് കോൺഫിഡന്റ് ആയിട്ട് അടിക്കാൻ പോവാണ്. പാട്ടൊരു 100 മാർക്ക് അടിച്ചിരിക്കും എന്നൊക്കെ വിചാരിച്ചതാ. ഞാനും വിചാരിച്ചു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ക്വാർട്ടർ ഫൈനലിലെ മീനുട്ടാ, എന്താണ് എല്ലാവർക്കും ഇങ്ങനെ മാർക്ക് കുറവാണ്? എനിക്ക് തോന്നുന്നു ക്വാർട്ടർ ഫൈനൽ ആയപ്പോ പെട്ടെന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അടുത്ത റൗണ്ട് തൊട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ പോയി എല്ലാരും പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക എന്നാ ഞാനിപ്പോ വിചാരിക്കുന്നത്. ഒരു പ്രതീക്ഷ അല്ലേ? എല്ലാവരെയും ഒന്ന് പെപ്പപ്പ് ചെയ്യണം. അതെ അതെ. സാരംകുട്ടനൊക്കെ നമ്മള് എന്തൊരു എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്ന സാരംകുട്ട, ഇനി നമ്മുടെ ടീമിൽ ഇങ്ങനെ കേൾപ്പിക്കരുത് കേട്ടോ. എല്ലാം നമുക്കൊരു തീരെ ഇംപ്രസീവ് ആയില്ല. അതിന് ശേഷമുള്ളൊരു യാത്ര നെക്സ്റ്റ് റൗണ്ടിൽ വന്ന് 100 മാർക്സ് വാങ്ങണം. പ്രോമിസ്? യെസ്. സാരംകുട്ട, ഇങ്ങോട്ട് വാ, 2 വർത്തമാനം പറയട്ടെ. ഹേ ഡ്യൂഡ്, റിലാക്സ് റിലാക്സ് റിലാക്സ്. അന്ന് എന്നോട് വന്നില്ലേ? അതുപോലെ അടിച്ചു പിടിച്ച് റിലാക്സ് ആവടേ. എന്തോന്നടേ? സാരംകുട്ട, മനുഷ്യർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും എന്താ വെച്ചാ ദ ഫിയർ ഓഫ് ഫെയില്യൂർ. എന്താണ് ഫിയർ ഓഫ് ഫെയില്യൂർ? എന്താ നമ്മൾ ഇൻസെക്യൂർ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് അത് ശരിയാവുമോ, നമ്മൾ അവിടെ തോറ്റു പോകുമോ, നമുക്ക് വേണ്ട രീതിയിൽ പാടാൻ പറ്റുമോ പറ്റാതിരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ടല്ലോ. ആ പേടി നമുക്കൊരിക്കലും നല്ലതല്ല. അത് മനസ്സിലായോ? അപ്പൊ ഇന്ന് സാരംകുട്ടന് കുറച്ച് പേടിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. സത്യമല്ലേ? അല്ലേ മോനെ? ഇത്തരം പേടികൾ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഈ അങ്കിൾ. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ പേടി വേണ്ട എന്ന് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. ഇതാ കൈ പിടിച്ചിരിക്കല്ലേ.
കൈ കട്ടയ്ക്ക് പിടിച്ചിരിക്കല്ലേ അല്ലേ? അതെ. ഇത് ഈ കൈവിടത്തില്ലട്ടോ. ഓക്കെ സർ. ഇങ്ങനെ തന്നെയാണ്. പേടിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാലൻറ്റിനനുസരിച്ച് നമുക്ക് പെർഫോമൻസ് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, അപ്പോൾ പേടി മാറ്റണം, ഭയം മാറ്റണം, ഫിയർ മാറ്റണം, ഇതെല്ലാം ഒന്നിച്ച് മാറ്റണം. ഓക്കെ, അത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ വരി മറക്കുന്നതും അത് പാട്ടിന്റെ വഴി മറക്കുന്നതും ഒക്കെ ടെൻഷൻ വരുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് അത് സംഭവിക്കും. അപ്പൊ അതുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പകച്ചു പോകുന്നത്. പിന്നെ പേടി വന്നിട്ട് നമുക്കിത് ആ വരി കിട്ടാണ്ടാവുമ്പോഴത്തേക്കും അത് പേടിയായിട്ട് കാണിക്കാൻ പാടില്ല. പറഞ്ഞു മനസ്സിലായോ? അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് നമ്മളെ തിരിച്ച് ഗ്യാദർ ചെയ്യണം. ഗ്യാദർ ചെയ്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ അങ്ങ് പാടണം. അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെക്കോ? വയ്ക്കില്ലെങ്കിൽ ഒരു നല്ലൊരു ഓക്കെ. ശരി മോനെ. അടുത്ത 2 പെർഫോമൻസിൽ ഉഗ്രനാവട്ടെ. സോ സാരംകുട്ടൻ ഗോയിങ് ടു ബി അവാർഡഡ് 96.5 out of 100. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്കിനി 2 പാട്ടും കൂടെ ഉണ്ട്, അത് കലക്കണം കേട്ടോ. ഏറ്റവും സാരംകുട്ട ഒരു കാര്യം ഓർമ്മിക്കണം, ഈ റിയാലിറ്റി ഷോസിലേക്ക് വിന്നേഴ്സ് ഇല്ലേ, അവരുടെ സ്ട്രെങ്ത് ഓഫ് മൈൻഡ് അവരാണ് അവിടെ എത്തുന്നത്. അപ്പൊ മനസ്സുകൊണ്ട് വീക്ക് ആവരുത്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Bye. Good night. ജിലേലെ ജിലേലെ